സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാരെയും മുഷാവറയെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ സംവിധാനത്തിന്റെ സ്ഥാപനങ്ങളെ കൈയടക്കാനും അധിനിവേശം നടത്താനും ആര് ശ്രമിച്ചാലും ഏതറ്റം വരെ പോയിട്ടും അതിനെ പിടിച്ചു കെട്ടാൻ നമ്മൾ സന്നദ്ധമാകണം. ഇനി നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. നമ്മളിതൊക്കെ പറയുമ്പോൾ പുതിയ പുതിയ പ്രമേയം ഇനിയും വരാൻ സാധ്യതയുണ്ട്. ആ പ്രമേയമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക എന്നല്ലാതെ ഒരിക്കലും ഇത്തരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ താല്പര്യത്തിനെയും നീയത്തിനെയും ലക്ഷ്യത്തെയും ആദർശത്തെയും ബലികഴിക്കുന്ന ഒരുത്തനെയും സമസ്തയുടെ ലേബലിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല. നമ്മൾ ആരുടെയും വ്യക്തിപരമായ താല്പര്യമല്ല, വ്യക്തിപരമായ ലാഭമില്ല, വ്യക്തിപരമായി നഷ്ടമേ ഉണ്ടാകൂ എന്ന ഉറപ്പോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നത്. നമുക്കും ജോലിക്ക് ബാധിക്കും ഒരു പക്ഷേ. പിന്നെ നമുക്ക് വണ്ടിക്ക് അടവടക്കാനൊന്നുമില്ല. പ്രസംഗിക്കാൻ പോയിട്ട് വണ്ടിക്ക് അടവടക്കലോ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അടവടക്കണമല്ലൊക്കെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, നാളെയുടെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ അല്ല, അത് ചിന്തിച്ചുകൊണ്ടല്ല നമ്മളാരും ഈ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. നമുക്ക് വലിയ പാണ്ഡിത്യമോ അറിവോ പരിജ്ഞാനമോ ഒന്നുമില്ല. പക്ഷേ ഈ മഹാന്മാരായ നല്ല മനുഷ്യരുടെ കൂടെ നടന്നാൽ, അവിടെ കീഴിൽ പ്രവർത്തിച്ചാൽ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ അതും നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തിന് ഗുണകരമാകുമെന്ന ഒരൊറ്റ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സംഘടനാ പ്രവർത്തകർ ഈ സംഘടനയുടെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ അവർക്കൊന്നും ഇതുകൊണ്ട് സ്വാർത്ഥമായ താല്പര്യങ്ങളോ ലാഭമോ വരുമാനമോ ഒന്നുമില്ല, നഷ്ടമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സംഘടനാ പ്രവർത്തകരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി സംഘടനാ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാപനം കെട്ടിപ്പടുക്കാനും ആ സംവിധാനം ഉണ്ടാക്കാനും അതിൻ്റെ ആദർശ ഭദ്രത നിലനിർത്തിക്കൊണ്ട് തലമുറകൾ മാറി മാറി വന്നാലും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഉറച്ച കോട്ടയായി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം വലിയ വലിയ നീയത്തോടുകൂടി ഉദ്ദേശലക്ഷ്യത്തോടുകൂടി ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഭരണഘടന പോലും ഒരുളുപ്പുമില്ലാതെ ഭേദഗതി ചെയ്ത് ഇതിനൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിയന്ത്രിക്കാൻ അവകാശമില്ലാത്ത വിധം വെട്ടിമാറ്റുന്ന വളരെ ദാരുണമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും ഹക്കീം ഫൈസി ആദർശിയായിട്ട് ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ അദ്ദേഹമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വ്യക്തിപരമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അദ്ദേഹവുമായും അദ്ദേഹം നേതൃത്വം കൊടുത്ത CAC സംവിധാനവുമായിട്ട് ചില വിഷയങ്ങളുണ്ടായി. സമസ്ത മുഷാവറ ചർച്ച ചെയ്തു, അതനുസരിച്ച് തീരുമാനമുണ്ടാക്കി. ആ തീരുമാനം നേതാക്കൾ പ്രഖ്യാപിച്ചു. സമസ്തയുടെ എല്ലാ പോഷകഘടകങ്ങളെയും സംസ്ഥാന കൗൺസിലർമാരെ ചേളാരി ഓഫീസിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് CAC-യുമായി ബന്ധപ്പെട്ട് സമസ്ത മുഷാവറ എടുത്ത തീരുമാനം ഇതാണ് എന്ന് ഞങ്ങളൊക്കെ വിശദീകരിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇതാണ് നിങ്ങൾ നാട്ടിലുടനീളം വിശദീകരിക്കേണ്ടത്. സമസ്ത വിശദീകരിക്കാൻ പറഞ്ഞൊരു കാര്യം, സമസ്ത മുഷാവറ എടുത്ത തീരുമാനം ഇതാണ്, ഇതിനി നിങ്ങൾ നാട്ടിലുടനീളം സംഘടനാ പ്രവർത്തകർക്കിടയിൽ മഹല്ലുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്കിടയിൽ വിശദീകരിക്കണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തപ്പോൾ നമ്മളൊക്കെ അത് വിശദീകരിച്ചു. സമസ്ത മുഷാവറ തീരുമാനിക്കാത്ത ഒരു കാര്യവും നമ്മളെവിടെയും വിശദീകരിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ അതിവളവന്മാർ വിശദീകരിക്കാതെ മാറി നിന്നു. അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. വിശദീകരിച്ച ആളുകളിപ്പോൾ പാണക്കാട് വിരുദ്ധർ, ലീഗ് വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ, പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ മനോവിഷമൊന്നുമില്ല. കാരണം സമസ്ത മുഷാവറയുടെ തീരുമാനം വിശദീകരിച്ചു, വേറെ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നവരെ വളരെ മോശമായി ചിത്രീകരിച്ച് വളരെ മോശമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് SKSF-ന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ, ഉസ്താദുമാരുടെ നിർദ്ദേശം പ്രകാരം SKSF-ന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഫറോക്കിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ നമ്മുടെ നേതാക്കളൊക്കെ പ്രസംഗിച്ചു, ഞാനും പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തിൽ എൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അംഗീകാരമില്ലാതെ
സമസ്ത കേരള ജമിയത്തുലമയുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃത പെട്ടിക്കടകളെല്ലാം നമ്മുടെ ബിക്കായ വളണ്ടിയർമാർ ഉപയോഗിച്ചുകൊണ്ട് അടച്ചുപൂട്ടും എന്ന് പറഞ്ഞു. അത് CIC സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിശദീകരണമാണ്. മറ്റൊരു സ്ഥാപനവുമായിട്ടും ബന്ധപ്പെട്ട ഒരു പരാമർശമോ വിഷയമോ ആ സമ്മേളനത്തിലോ പ്രസംഗങ്ങളിലോ ഇല്ല. പക്ഷേ ഈ CICയുടെ ചില ആളുകൾ എന്ത് ചെയ്തെന്ന് അറിയോ? ഈ പെട്ടിക്കട എന്നൊക്കെ പറഞ്ഞത് അത് CICയെ കുറിച്ചല്ല, അത് ദാർഹുദയെ കുറിച്ചാണ്. ദാർഹുദ ഒരുപാട് മക്തബുകളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് അത് അവരുടെ മേലിലേക്ക് കിട്ടും. അപ്പം എന്താണ്, നമ്മൾ ആക്ഷേപിക്കാനും വിമർശിക്കാനും അവരെ കൂടെ കിട്ടും. അപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത പറയാത്ത മറ്റൊരു തലത്തിലേക്ക് ആ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കണ്ടപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അതിന് വിശദീകരണം കൊടുത്തു. അപ്പോൾ തന്നെ വിവിധ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തു. നമ്മളൊരു വിശദീകരണം കൊടുക്കുമ്പോഴേക്ക് ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് വളരെ വിശദമായിട്ടെത്തി. നമ്മൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു. പ്രിയപ്പെട്ട ദാർഹുദയുടെ ഭാരവാഹികൾ, അവിടുത്തെ ഉസ്താദുമാർ, ഒരുപാട് വർഷത്തെ ആത്മബന്ധമുള്ള ഒരുപാട് ഹുദവി സുഹൃത്തുക്കൾ, അതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിച്ചിരുന്നു, നമ്മളെ വളരെ മോശമായി ചിത്രീകരിച്ചിരുന്നു, പലതുമുണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിൽ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാത്തൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തു പറയപ്പെട്ടാലും നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ 1-2 ദിവസമായപ്പോൾ, ഇപ്പോൾ 1-2 ദിവസം മുമ്പ് അത്തരമൊരു വാക്ക് പ്രയോഗിക്കുകയും ആ പ്രയോഗം ഇങ്ങനെ കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെങ്കിൽ പോലും അതിലും എന്തോ ഒരു കഴമ്പുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ അപകടകരമായി വളരെ ഞെട്ടിക്കുന്ന ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CIC ഭരണഘടന തിരുത്തി സമസ്ത കേരള ജമിയത്തിലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അതിൻ്റെ ആളെന്നെ പറഞ്ഞല്ലോ, ഇത് സ്വന്തം എൻറ്റിറ്റിയാണ്, സമസ്തക്ക് ഇവിടെ നിയന്ത്രണമില്ല എന്ന് സമസ്തക്കാർക്ക് തന്നെ അറിയാം എന്നൊക്കെ അവർ വിശദീകരിച്ചു. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ ഉണ്ടാക്കിയ, മഹാനായ ബാപ്പുട്ടി ഹാജി ഉണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുലമയുടെ ആശയാദർശങ്ങളിൽ ഊന്നിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട, നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, മാതൃകായോഗ്യമായ ഒരു സ്ഥാപനമെന്ന വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിൻ്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിൻ്റെ ഭരണഘടനയിൽ സമസ്ത കേരള ജമിയത്തുലമക്ക് നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിൻ്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടന എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം അതിൻ്റെ ഭരണഘടനയിൽ പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം, അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറക്കുണ്ടായിരിക്കണം. സമസ്ത മുഷാവറക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. മഹാനായ ഹൈദ്രോസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹാജിയും ബഷീർ മുസ്ലിയാരും ഒക്കെ ദാർഹുദക്കും ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അവരെഴുതി വെച്ചു, അതിൻ്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം. അത് അവരെഴുതി വെച്ചു, അതിൻ്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാവറ അംഗമായിരിക്കണം. ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല. എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത്, അതിൻ്റെ സ്ഥാപക നേതാക്കൾ, അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ. അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം ആ സംവിധാനത്തിൻ്റെ പ്രസിഡന്റ്. ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു. ആ ഭേദഗതിയിൽ പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതിയിലുള്ള ഒരു പ്രമുഖ സയ്യിദോ ആകാം. മുഷാവറക്ക് അവിടെ നിയന്ത്രണം അവസാനിപ്പിച്ചു. ഇതിപ്പോൾ നമ്മളിനി പറയുമ്പോൾ നമ്മളാരായി? നമ്മൾ ദാറുലുദക്കെതിരായി, ദാറുലുദിനോടുള്ള അസൂയക്കാരായി. നമുക്കങ്ങനെ കുറേ
ചാർജ് ഷീറ്റ് നാളെ മുതൽ കിട്ടിത്തുടങ്ങും. പക്ഷെ നമ്മളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും ഖാദിമികളുമായിട്ട് ഇതിൻ്റെ കൊടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ സംഘടനയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട വളർന്നു വന്ന അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും നാളെ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മഹാനായ KK അബൂബക്കർ ഹസ്രത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനം വളാഞ്ചേരി മർക്കസ്. സമസ്ത പറഞ്ഞതൊന്നും അംഗീകരിച്ചില്ല. അംഗീകരിക്കാൻ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി യോഗം തീരുമാനിച്ചപ്പോഴേക്ക് വീണ്ടും ഉപദേശം വന്നു, തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെ തീരുമാനം പോലും ഫ്രീസ് ചെയ്തു. ഇപ്പോ ഈ ഓഗസ്റ്റ് 8-ാം തീയതി ഈ വളാഞ്ചേരി മർക്കസിന്റെയും ജനറൽ ബോഡി യോഗം വിളിച്ചിരിക്കുന്നു. ആ ജനറൽ ബോഡി അംഗങ്ങളിൽ പലർക്കും ക്ഷണമില്ല. അതിന്റെ അർത്ഥം അവർ കൂടി കുറെ ആളുകളെ വെട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പായി. അതിനേക്കാൾ അപകടകരമായ സംഗതി, ആ ജനറൽ ബോഡി യോഗത്തിന്റെ അജണ്ടയിലുമുണ്ട് ഭരണഘടനാ ഭേദഗതി. അതിന്റെ അജണ്ടയിലുണ്ട് ഭരണഘടനാ ഭേദഗതി. അങ്ങനെ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു കാലമാണിപ്പോ. ഒരുപാട് അംബേദ്കർമാർ സമസ്തയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേത് എന്ന് പറയപ്പെടുന്ന, അതിന്റെ സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്ന പലതും അടിച്ചു മാറ്റിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി, ഇവിടെ ഒരുപാട് ഉമറാക്കളുള്ളത് കൊണ്ടാണ്, ഈ സദസ്സിൽ ഒരുപാട് ഉമറാക്കളുള്ളത് കൊണ്ടാണ് ഞാൻ പറയും, നിങ്ങളൊക്കെ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്, നിങ്ങളൊക്കെ മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. നിങ്ങളൊക്കെ നാളെ മദ്രസയുടെ അലമാരൊക്കെ തപ്പ് ആധാർ കാർഡ് ഉണ്ടോ? മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസിൽ പോയിട്ട് അതിന്റെ ആധാറും രജിസ്റ്റർ ഓഫീസിന്റെ മിനിറ്റ്സും അതിന്റെ രേഖകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് തപ്പുക. നിങ്ങൾ പോലും അറിയാതെ, അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അറിയാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ മഹല്ല് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആയിരക്കണക്കിന് മഹല്ലുകൾ കേരളത്തിലുണ്ട്. അതിന്റെ കീഴിലായിരിക്കണം ഈ മദ്രസ പോകേണ്ടത്, ഈ അറബിക് കോളേജ് പോകേണ്ടത്, ഈ ദർസ് പോകേണ്ടത്, ഈ സ്ഥാപനം പോകേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം ഇതുപോലുള്ള ചില കുതന്ത്രങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയന്ത്രണത്തിൽ നടത്തി മാറ്റി ചില നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ വളച്ചുകെട്ടി അതിനെ ആ അർത്ഥത്തിൽ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന ശ്രമങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായ നിയമോപദേശം കൊടുക്കാൻ ആളുകളുണ്ട്, അതിന് ആസ്ഥാനങ്ങളിൽ യോഗം വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആളുകളുണ്ട്, അതിന് സംശയ ദൂരീകരണം നടത്താൻ പ്രത്യേക ഫോൺ നമ്പറുകളുണ്ട്, അതിനാവശ്യമായ സ്റ്റാഫിനെ നിർണയിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമല്ല. നല്ല മനോഹരമായ കെട്ടിടങ്ങൾ, അതിന് വരുമാനത്തിന്റെ സ്രോതസ്സുകൾ, എല്ലാ സൗകര്യങ്ങളുണ്ട്. ആ കസേര കയറി ഇരുന്നാൽ മതി, അതിന്റെ പ്രധാനപ്പെട്ട കസേര കയറി ഇരുന്നാൽ മതി. എന്നിട്ട് ഇതിനൊക്കെ വാലാട്ടാൻ പറ്റുന്ന ഏതെങ്കിലും 2-3 മൊയ്ലിയന്മാർ അപ്പുറത്തുപ്പിരുത്തിയിട്ട് ഞങ്ങൾ ഉമറാക്കളും ഉലമാക്കളുമാണ് എന്ന് ഓമനപ്പേര് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ ആളുകളെ പറ്റിക്കാമെന്നാണ് പലരും വിചാരിച്ചെങ്കിൽ അത്ര വിഡ്ഢികളല്ല സമസ്തയുടെ പ്രവർത്തകന്മാർ എന്നിവർ തിരിച്ചറിയുക നല്ലതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് CAC മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, ഞാൻ അന്ധമായ വിദ്വേഷം കൊണ്ടോ എനിക്ക് പ്രത്യേകമായ എന്തെങ്കിലും എതിർപ്പ് കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇത് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട സംവിധാനങ്ങൾ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയന്ത്രണത്തിലാവണമെന്ന് അതിന്റെ സ്ഥാപക നേതാക്കൾ രേഖാമൂലം ഭരണഘടനയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടന സമസ്തക്ക് നിയന്ത്രണമല്ലാതാക്കുന്ന ഭേദഗതി ചെയ്യപ്പെടുന്നത് ഏത് വലിയവർ ചെയ്താലും അത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ സമസ്തയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കും എന്ന് മാത്രമല്ല, അതിനെങ്ങനെ അതിജീവിക്കാം എന്ന് നമ്മുടെ നേതൃത്വം ചർച്ച ചെയ്യും. അതിനാവശ്യമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വരുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായി അതിന്റെ കൂടെ നിൽക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിന്റെ മേഖലാ കമ്മിറ്റിയെ, സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.